ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ പഴമൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതായത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം ഇതുപോലെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പഴം 3 പീസായിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. അത് പഴത്തിൻ്റെ വണ്ണത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇതുപോലെ ചൂടായി ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഴത്തിൻ്റെ പീസുകളെല്ലാം വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡ് ആയി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ പഴമെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് വറവായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ തേങ്ങ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറി വന്നാൽ തേങ്ങ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 പീസ് പഴത്തിൻ്റെ ഉള്ളിലും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്കും കൂടെ വെച്ച് കൊടുക്കാം. ഇനി കുറച്ചും കൂടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കിൽ വേണമെങ്കിൽ ഒരു ചെറിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, കുറച്ച് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പഴമെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്